ഹലോ, അപ്പോൾ എന്തൊക്കെയുണ്ട് നിങ്ങൾ വിശേഷ സുഖമാണോ? അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ഓരോ കാര്യങ്ങൾ നിങ്ങളോടാക്കിയിട്ടുണ്ട്. ഓരോന്നായിട്ട് അങ്ങനെ എടുത്തു പറയുന്നില്ല. അതിലേറെ വിശേഷങ്ങളൊക്കെ ഉണ്ട്. നല്ല അടിപൊളി മോട്ടിവേഷനൊക്കെ ഉണ്ട് എന്നും പറയുന്നത് പോലെ തന്നെ വീഡിയോ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ഒന്നുമില്ലെങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ആക്കിക്കൂടെ, ഹായ് ഹലോ പിന്നെന്താ സുഖമാണോ എവിടെയാണ് എന്നൊക്കെ ഒന്ന് കമൻറ്റ് കൊടുത്തൂടെ? അതല്ലേ നല്ലത്. പിന്നെ നമുക്ക് വീഡിയോയിലോട്ടൊക്കെ പോവാം. ഇതാ രാവിലത്തെ ക്ലീനിങ്ങിൻ്റെ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് അതൊന്നും ഞാൻ നിങ്ങളോടാക്കിയിട്ടില്ല കേട്ടോ. പിന്നെ രാവിലെ അടിച്ചു വാരല്ല. അപ്പം ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ഫസ്റ്റിൽ കൊടുക്കുന്നത് അടിച്ചു വാരലാണ് കേട്ടോ. അപ്പം ഒരുപാട് വിശേഷങ്ങളൊക്കെ നിങ്ങളോട് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് ഭാര്യ ഭർത്താവ് കുടുംബം അതിനെ പറ്റിയിട്ടാണ് ഞാൻ പറയാൻ പോകുന്നത്. എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇതിനിടയ്ക്കൊരു പോസ്റ്റ് കണ്ടിട്ടുണ്ട്. അത് കണ്ടേരാന്ന് എനിക്കിതിനെ പറ്റിയിട്ട് ചിന്ത വന്നതും ഇത് കുറച്ച് കാര്യങ്ങൾ പറയണം എന്ന് തോന്നിയത്. അപ്പോൾ അതിൽ കണ്ടത് പിന്നെ ഉമ്മാൻ്റെ വാക്ക് കേട്ടിട്ട് ഭാര്യനെ തള്ളിക്കളിയുന്ന കോന്തന്മാരുണ്ട്. അപ്പോൾ അതിൽ ഒരുപാട് കമൻറ്റ് വന്നിട്ടുണ്ട്. ഒന്ന് പ്രത്യേകം ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ അത് മാത്രമല്ല, ഉമ്മാൻ്റെ വാക്ക് കേട്ടിട്ട് മാത്രമല്ല, ഈ കുറേ പങ്ങന്മാരെ വാക്ക് കേട്ടിട്ടും ഭാര്യനെ ഒഴിവാക്കുന്നവരുണ്ട് എന്ന് അങ്ങനെയും കമൻറ്റ് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ ചിന്തിക്കുന്നത്, ഇപ്പോൾ ഒരു കല്യാണം കഴിഞ്ഞ് എന്ന് വിചാരിച്ചിട്ട് ഭാര്യനെയും പിന്നെ ഉമ്മാനെയും പങ്ങന്മാരെയും ആരും ഒഴിവാക്കേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. പിന്നെ പരസ്പര ബന്ധം ഇല്ലെങ്കിൽ ഒഴിവാക്കാന്നല്ലാണ്ട് അപ്പുറം ഇപ്പുറം ഓരോ കുറ്റങ്ങളും കുറവുകളും കേട്ടിട്ട് അങ്ങനെ ഒഴിവാക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ലല്ലോ. കൂടുതൽ പ്രശ്നങ്ങളില്ലാതെക്കാൻ വേണ്ടിയിട്ട് രണ്ടുപേരും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ ഭാര്യ ചിന്തിക്കണം, പിന്നെ ഭർത്താവിൻ്റെ പങ്ങന്മാരെ കൊണ്ടും ഉമ്മാനെ കൊണ്ടും കൂടുതൽ കുറ്റങ്ങൾ പിന്നെ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കാൻ പാടില്ല. അത് അവരെ പങ്ങളാണ്. അവർ ചെറുതിൽ ഒരുമിച്ച് വളർന്ന് കളിച്ച് മുട്ടായൊക്കെ ഷെയർ ചെയ്ത് അങ്ങനെ ഒരുമിച്ചിട്ട് കടന്നവരൊക്കെ ആയിരിക്കും പങ്ങന്മാർ. അപ്പോൾ പിന്നെ എന്തായാലും അവരെ കൊണ്ട് പറയാൻ പാടില്ല. മറ്റേത് ഉമ്മയാണ്. ചില ഉമ്മമാരിങ്ങനെ പിറുപിറുത്തോണ്ട് കൊടുക്കും. അപ്പം പിന്നെ സ്വന്തം ഉമ്മയല്ലേ, ഉമ്മാനെയും ചിലപ്പം കുറ്റങ്ങൾ പറഞ്ഞു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക, കൂടുതൽ പറഞ്ഞു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. ഇനി അഥവാലും ഭർത്താവ് എന്താ ചെയ്യേണ്ടത്, ഈ ഭാര്യ ഇങ്ങനെയൊക്കെ പറഞ്ഞു എന്ന് വിചാരിച്ചിട്ട് ആ ഒരു സ്പോട്ടിന് പോയിട്ട് പിന്നെ പങ്ങന്മാരെയും ഉമ്മമാരെയും ഒരിക്കലും കൽബാനും പാടില്ല. കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ചിന്തിക്കുക, എൻ്റെ ഭാര്യേനെ അങ്ങനെ പറഞ്ഞു പോയി, ശരി തന്നെ, അതിന് വിചാരിച്ചിട്ട് അവരെ കൂടുതൽ വെറുപ്പിക്കാൻ നിന്നാൽ, അതായത് ഉമ്മാനെയും പങ്ങന്മാരെയും കൂടുതൽ വെറുപ്പിക്കാൻ നിന്നാൽ ചിലപ്പോൾ ഈ ഉമ്മയും പിന്നെ പങ്ങന്മാരും ചിലപ്പോൾ നിൻ്റെ ഭാര്യനെ കൊണ്ട് ശരി തന്നെ കുറ്റങ്ങൾ പറഞ്ഞിട്ടുണ്ടാവും. പക്ഷെ നീ അത് കേട്ടിട്ട് സ്വന്തം പങ്ങന്മാരെയും ഉമ്മാനെയും കലമ്പാൻ നിന്നാൽ ചിലപ്പോൾ അവർക്കത് ഇഷ്ടപ്പെടില്ല. അവരെന്താ വിചാരിക്കുക, എൻ്റെ സ്വന്തം ആങ്ങളല്ലേ, പിന്നെ നമ്മൾ ചെറുതിൽ കളിച്ചു പറഞ്ഞവരല്ല, അത് അവർക്ക് ചിലപ്പം സഹിക്കാൻ പറ്റി എന്ന് വരില്ല. ചിലപ്പോൾ അവരുടെ ഭാഗത്ത് തെറ്റുണ്ടാകും, ഉമ്മാൻ്റെ പങ്ങന്മാരുടെ ഭാഗത്ത്. എന്നാലും നിങ്ങൾ ഭാര്യൻ്റെ വാക്ക് കേട്ടിട്ട് അവരൊരിക്കലും കലമ്പാൻ പാടില്ല. അപ്പോൾ ഭാര്യ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ ഭർത്താവിൻ്റെ സ്വഭാവം നിങ്ങൾക്കെല്ലാം മനസ്സിലാകാം. പിന്നെ ചിലപ്പോൾ മുന്നും പിന്നും നോക്കാണ്ട് ദേഷ്യം പിടിക്കുന്ന ആൾ ചിലപ്പം ഭാര്യേൻ്റെ വാക്ക് കേട്ടാൽ പെട്ടെന്ന് കലമ്പിയാൽ അവരുടെ മനസ്സിൽ നിന്ന് അത് മരിക്കുന്നത് വരെ ആ ഒരു കുത്തു പോവുകയും ചെയ്യില്ല, അത് അവിടെ തന്നെ കിടക്കും. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യം ഭാര്യ ശ്രദ്ധിക്കുക. അങ്ങനെ കണ്ടതും കേട്ടതും കൂടുതൽ ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. പിന്നെ ഭർത്താവ് എന്താ ചെയ്യേണ്ടത്, പിന്നെ ഭർത്താവ് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ഉമ്മയും പങ്ങന്മാരും ഭാര്യയിൽ ഇങ്ങനെ പരപരാന്ന് പറഞ്ഞ കുറ്റം പറയുന്നുണ്ടെങ്കിൽ അവർ ചിന്തിക്കണം, സ്ത്രീയാന്ന് വാർക്കും. എല്ലാം കണക്കന്നെ, എൻ്റെ ഉമ്മയും കണക്കന്നെ, എൻ്റെ പങ്ങയും കണക്കന്നെ, എൻ്റെ വൈഫും കണക്കന്നെ, മതി, ഒന്നിനും നിൽക്കണ്ട എന്ന് വിചാരിച്ചിട്ട് അവർ അന്ന് കൂടുതൽ മുന്നോട്ട് ഇറങ്ങേണ്ടത്. ഇതിൻ്റെ പേരിൽ ഒരു പ്രശ്നമൊന്നും ആക്കണ്ട എന്ന് വിചാരിക്കുക കേട്ടോ. നല്ല ക്ഷമയുള്ള ഭർത്താക്കന്മാരും ഉണ്ട്. അവിടെയും കേട്ടതും ഇവിടെയും കേട്ടത് പ്രശ്നങ്ങൾ അവർ ഉണ്ടാക്കില്ല. അതേപോലെ ഭാര്യയും അങ്ങനെ തന്നെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ കുറ്റങ്ങളും കുറവുകളും ആർക്കില്ലാത്തത് എല്ലാവർക്കും ഉണ്ടാകും. അതിൻ്റെ പേരിൽ ഭാര്യനെയും ഉമ്മാനെയും പങ്ങന്മാരെയും ഒന്നും ഒഴിവാക്കേണ്ട ആവശ്യം ഇല്ല. ഒരാൾ കല്യാണം കഴിഞ്ഞ് എന്ന് വിചാരിച്ചിട്ട് പിന്നെ ഭർത്താവിൻ്റെ കുടുംബം വേണം, പിന്നെ അതേപോലെ ഭാര്യൻ്റെ കുടുംബം വേണം, രണ്ടുപേരും വേണം. പിന്നെ ഉള്ളത് കൊണ്ട് സഹായിക്കുക, അത്രയെല്ലാം തന്നെയാണ്. പ്രശ്നങ്ങളില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അതിന് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതങ്ങ് സോൾവ് ചെയ്യുക, അത്രയെല്ലാം തന്നെയാണ്. പിന്നെ ഇപ്പോൾ ഒരാളെ കല്യാണം കഴിച്ചെന്ന് വിചാരിച്ചിട്ട് ഉമ്മാക്ക് പൈസ കൊടുക്കാൻ പാടില്ല, പങ്ങന്മാർക്ക് കൊടുക്കാൻ പാടില്ല, അങ്ങനെയൊന്നുമില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു 100 ഉറുപ്പ്യ ഉണ്ടെങ്കിൽ അതിൽ 100 ഉറുപ്പ്യ പിന്നെ എല്ലാ ദിവസവും കൊടുക്കണമെന്നില്ല. എപ്പോഴെങ്കിലും കൂടുമ്പോൾ
കൊടുക്കുക. അതാണ് ഹയർ. ഇപ്പോൾ ഒന്നുമില്ലെങ്കിൽ ഒരു നോമ്പില്ലേ നമുക്കൊരു പുണ്യൊരു മാസം, റമളാൻ മാസം. അപ്പോൾ നിങ്ങൾക്കൊരു 500 റുപ്യ ഒരു ദിവസം കിട്ടുന്നതെങ്കിൽ നിങ്ങൾ പങ്ങന്മാർക്ക് ഒരു 100 രൂപ കൊടുക്കുന്നത് അത് ഏറ്റവും വലിയ ഹൈറാണ്. ഒരുപാട് കൊടുക്കണമെന്നൊന്നും എവിടെയും പറയുന്നില്ല. നിങ്ങളെ കയ്യിലുള്ളത് കൊടുത്താൽ മതി, അല്ലെങ്കിൽ കൊടുക്കണ്ട അല്ലേ. എന്നാൽ കൊടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്താണ് ഉള്ളത് അപ്പുറം ഇപ്പുറവും പ്രശ്നങ്ങളില്ലാണ്ട് ഉള്ളത് വെച്ചിട്ട് അപ്പുറം ഇപ്പുറം സഹായിക്കാത്തതെല്ലാം തന്നെയാണ്. പിന്നെ സത്യം പറഞ്ഞാൽ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൽ ഇറങ്ങിയോണ്ടാണ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ അറിയുന്നത്. പിന്നെ അവിടെ ഇവിടെ പോസ്റ്റ് ആടുന്നുണ്ട്, ഓരോരുത്തരുടെ സ്റ്റോറി ആടുന്നുണ്ട്, പിന്നെ ഓരോ വീഡിയോ ആടുന്നുണ്ട്. പിന്നെ ഇങ്ങനെ കുറേ ഫ്രണ്ട്സൊക്കെ എനിക്ക് പിന്നെ അങ്ങേ ഭാഗത്തേ വരുന്നു, മലപ്പുറം ഭാഗത്തല്ലോ. ഇങ്ങനെ ഇപ്പോൾ ഇത് ചാനൽ തുടങ്ങിയുള്ള അങ്ങനെയുള്ളൊരു പരിചയമാണ് കേട്ടോ. ലേഡീസ് തന്നെയാണ്, അവർക്ക് ചാനലുണ്ട്. അപ്പോൾ പറയുന്നതൊക്കെ ഇങ്ങനെയാണ്, ഭർത്താവിന് വീട്ടിലെക്കുമ്പോൾ ഇങ്ങനത്തെ പ്രശ്നങ്ങളുണ്ട്, അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ട്. എല്ലാവരും ഒരുപോലെ അല്ല, കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട്. പിന്നെ കണ്ണൂരൊന്നും ഇങ്ങനെ ഉണ്ടാവില്ലല്ലേ എന്ന് പറഞ്ഞാൽ എല്ലാ സ്ഥലത്തും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാകും. പിന്നെ ചില ആളൊന്നും കണ്ട് കേട്ടില്ല എന്ന് വിചാരിച്ചിട്ട് കൂടുതൽ പ്രശ്നങ്ങളില്ലാണ്ട് മുന്നോട്ട് പോകുന്നതാണ്. ചില ആൾ തുപ്പേനും തൂറേനും എല്ലാതിനും പ്രശ്നങ്ങൾ ആക്കുന്നവരുണ്ട്. പിന്നെ എന്താണെന്ന് വെച്ചാൽ കണ്ടില്ല കേട്ടില്ല എന്ന് വിചാരിച്ചിട്ട് നടക്കും, അത്രയെല്ലാം തന്നെ. അങ്ങനെ ഞാൻ കുറച്ച് നെയ്ച്ചോറാണ് റെഡിയാക്കുന്നത്. പിന്നെ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഒരുപാട് വിശേഷങ്ങളും മോട്ടിവേഷനൊക്കെയാണ് എന്നാണ് പറഞ്ഞതല്ലേ, അതുകൊണ്ടാണ് അതിലേക്ക് പോയത്. പിന്നെ അതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണല്ലോ. ചിലപ്പോൾ എൻ്റെ ഒരു ഇത് കേട്ടിട്ട് ചിലപ്പോൾ ആരെങ്കിലും ഒരാൾക്കെങ്കിലും ഇങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിലും എന്ന് വിചാരിച്ചിട്ട് പറയുന്നതാണ് ഏട്ടാ. പിന്നെ കൂടുതൽ പ്രശ്നങ്ങളില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പുറം ഇപ്പുറം നോക്കുക. പിന്നെ കുറ്റങ്ങളോ കുറവുകളോ എല്ലാവർക്കും ഉണ്ട്. എല്ലാവരും എല്ലാം തികഞ്ഞവരൊന്നല്ല. ഇപ്പം ഞാൻ മാത്രം നല്ലത്, അവരൊക്കെ വടക്ക് എന്നാണോ? അത് എൻ്റെ കണ്ണോട് നോക്കുമ്പോൾ മാത്രമേ അങ്ങനെ തോന്നും. അങ്ങനെയൊന്നും എവിടെയില്ല. പിന്നെ ഒരാൾ കല്യാണം കഴിച്ചിന് എന്ന് വിചാരിച്ചിട്ട് ആ ബന്ധത്തെ അങ്ങ് അകറ്റി നിർത്താനൊന്നും പാടില്ല. ഉള്ളത് കൊണ്ട് സഹായിച്ചിട്ട് മുന്നോട്ടൊക്കെ പോകുക. നമ്മളെ മനസ്സിൽ എപ്പോഴും നീയത്ത് അതാ വേണ്ടത്. പിന്നെ നമ്മളിൽ എന്താണോ ഉള്ളത് അതിൽ നിന്ന് കുറേ കൊടുക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഒരല്പമെങ്കിലും കൊടുക്കാനുള്ള ഭാഗ്യം അതിലുള്ള മനസ്സ് നീ എനിക്ക് നൽകണ റബ്ബേ എന്നാണ് ദ്വാരക്കേണ്ടത്. പണം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. പണം ഉണ്ടായാൽ അത് കൊടുക്കാനുള്ള മനസ്സും വേണം, പിന്നെ പണവും വേണം. അങ്ങനെയാണ് വേണ്ടത്. അല്ലാതെ പണം ഉണ്ട് ഒരാൾക്ക് കൊടുക്കൂല, അതിനെ കൊണ്ട് എന്ത് കാര്യമുള്ളത്? അതിലൊരു തീരെ ഇതില്ല അല്ലേ. പണം എന്ന് വെച്ചാൽ ഇന്ന് വരും, ചിലപ്പോൾ നാളെ പോവും. അത് അങ്ങനെ തന്നെയാണ് പണത്തിൻ്റെ കാര്യം. പണത്തിൻ്റെ പിന്നെ പുറകെ തന്നെ അങ്ങ് പോയിട്ട് ബന്ധങ്ങൾ ഇല്ലാണ്ടാക്കാൻ പാടില്ലല്ലോ. പിന്നെ കൂടുതൽ ഫിത്തിനെയും പസാടും ഒന്നും ഇല്ലാണ്ട് അപ്പുറം ഇപ്പുറം കുറ്റങ്ങൾ പറഞ്ഞിട്ട് ആ ബന്ധത്തിനെ ഇല്ലാണ്ടാക്കാനും പാടില്ല. രണ്ടുമാണ് ഇവിടെ മിസ്റ്റേക്ക് വരുന്നത് അല്ലേ. പിന്നെ വേറെ എന്താണെന്ന് വെച്ചാൽ നമ്മൾ എന്താണോ നമ്മളെ നീയത്ത് അതേപോലെ ആയിരിക്കും. നീയത്തും പിന്നെ നമ്മളെ മനസ്സിലിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ആഗ്രഹിക്കും, എന്നും ആഗ്രഹിക്കും. എനിക്ക് വലിയ കൊട്ടാരം വേണം, പിന്നെ ബംഗ്ലാവ് വേണം, അങ്ങനെയല്ല. ഓരോന്നും മനസ്സിൽ നീയത്ത് വേണം. ഇന്നാളെ സഹായിക്കാൻ പറ്റണം, ഇന്നാൾക്ക് ഇന്നത് കൊടുക്കാൻ പറ്റണം. അങ്ങനെ ഓരോ കാര്യം നമ്മളെ നീയത്ത് എന്താണെന്നോ അത് എന്തായാലും നമുക്ക് അങ്ങനെ മനസ്സിൽ എന്താ പറയാപ്പാ, നല്ല നീയത്തുണ്ടെങ്കിൽ അത് എന്തായാലും സംഭവിക്കും. കൊത്തിയിട്ടാ മതി, ആ ചാടിക്കുളം പോയിട്ട് ഇതാനെ അത് വലിച്ചിട്ട് അപ്പുറം കൊണ്ടപ്പോ ആയിഷ അതെടുത്ത് വെച്ചോട്ടെ മോനെ. അങ്ങനെ ഉച്ചക്കത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞിട്ട് വൈകുന്നേരം ഒന്ന് വളപ്പിലെല്ലാം ഇറങ്ങിനേനു. അതായത് ഈ ഒരു വീഡിയോ ഞാൻ പിടിക്കുന്നത് ഞായറാഴ്ച ഒരു ദിവസമാണ് കേട്ടോ. അപ്പോൾ അന്നേരം ഉമ്മയും ഉപ്പെല്ലാം അവിടുന്ന് വളപ്പിന്നെല്ലാം ഇങ്ങനെ കൂത്തുകയെല്ലാം ചെയ്യുന്നുണ്ട്. ഞായറാഴ്ച ഇതെല്ലാം തന്നെയാണ് പരിപാടി. അന്നേരം എൻ്റെ പിന്നെ വളപ്പിലിതാ ഇങ്ങനെ ഭയങ്കരമായിട്ട് കാട് പിടിച്ചിനേനും. ഇത് നമ്മൾ നെയ്ച്ചോറ് റെഡിയാക്കുമ്പോൾ അതിലിടുന്ന ഒരു ഇലയാണ്. നല്ലോണം കാട് പിടിച്ചിട്ട് ഞാൻ ഇതങ്ങനെ കൊട്ടിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഉപ്പ അവിടുന്ന് വൃത്തിയാക്കുന്ന സമയത്ത് അവർ തൊട്ടടുത്ത് തന്നെയാണ് കേട്ടോ. ഇനി എന്താ കൂടുതൽ പറയാനുള്ളത്? പരസ്പരം എല്ലാവരും മനസ്സിലാക്കുക. പിന്നെ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ മകളെപ്പോലെ തന്നെയാണ് അവരും. പിന്നെ എൻ്റെ മക്കൾക്ക് കുറ്റങ്ങളുണ്ടെങ്കിൽ ഞാനങ്ങനെ പാടി നടക്കില്ലല്ലോ. അതേപോലെ തന്നെയല്ലേ അവർക്കും അവരുടേതായ ആഗ്രഹങ്ങളുണ്ട്. എല്ലാവരും അങ്ങനെ പരസ്പരം മനസ്സിലാക്കുക, അതാണ് വേണ്ടത്. അതുണ്ടെങ്കിലേ ഇന്നും നാളെയും മുന്നോട്ടേക്ക് പോവും. അല്ലാതെ വെറും ഈ മാരാൻ്റെ കുറ്റങ്ങൾ കണ്ടെത്തി അതിന് പ്രശ്നങ്ങൾ ഉണ്ടാക്കി അതൊന്നും വലിയ നല്ലതൊന്നുമല്ല. പിന്നെ എന്താണെന്ന് വെച്ചാൽ
വേറെ എന്താ പറയുക, കല്യാണം കഴിഞ്ഞൊന്ന് ചേച്ചിട്ട് ഭാര്യയും മക്കളും മാത്രം മതി എന്നൊന്നുമില്ല. അപ്പം എല്ലാവരും നോക്കിയിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പിന്നെയും റിപ്പീറ്റ് ചെയ്യുന്നില്ല, നിങ്ങളെ കൊണ്ട് കഴിയുന്നത് സഹായിക്കുക. എല്ലാ ദിവസവും സഹായിക്കണോ എന്നൊന്നുമില്ല, ഉള്ളത് വെച്ചിട്ട് റമദാൻ മാസമെല്ലാം കൊടുക്കുക, എന്തെങ്കിലും ആവശ്യങ്ങൾ വരുമ്പോൾ ഉള്ളത് കൊണ്ട് സഹായിക്കുക. അങ്ങനെയെല്ലാം നോക്കി കണ്ട് മുന്നോട്ടേക്ക് പോകുക. കൂടുതൽ പ്രശ്നങ്ങളില്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. എന്നും ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടേ നിന്നാൽ പിന്നെ എന്താ പറയുക, മലക്കളിങ്ങനെ എത്തിക്കൊണ്ടേ ഇരിക്കുന്നല്ലേ പറഞ്ഞത്. എന്തിനാണ് അതിനെല്ലാം പോകുന്നത്? അവരവരെ കാര്യങ്ങൾ നോക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക അല്ലേ. പിന്നെ അവരവരെ കൊണ്ട് സഹായിക്കാൻ പറ്റുന്നത് സഹായിക്കുക, അത്രയെല്ലാം തന്നെയാണ്. ഇനി കൂടുതലായിട്ട് ഈ ഒരു വീഡിയോയിൽ പറയാനൊന്നുമില്ല. ഇൻഷാ അല്ലാഹ് ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇനി കുറേ കാര്യങ്ങളൊക്കെ പറയാനുണ്ട്. നമുക്ക് അടുത്ത വീഡിയോ ഇങ്ങനത്തതല്ല, മോട്ടിവേഷനൊന്നുമല്ല, സാധാരണ ഒരു വ്ളോഗ്, അത്രയേ ഉള്ളൂ. അപ്പോൾ എന്താ പറയുക, നല്ല രീതിയിൽ പോകാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ മനസ്സിലൊരു നിയത്ത് വെക്കുക, അല്ലാതെ നമുക്ക് മാത്രം നല്ലത് മറ്റുള്ളവർക്കൊന്നും ഉണ്ടാവാൻ പാടില്ല. അതൊക്കെ ഒരു ദുഷ്ട മനസ്സാണ്. ഭാര്യ ഭർത്താവിലും നേരത്തെ പറഞ്ഞ പോലെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ട് മുന്നോട്ട് പോവുക. അതൊക്കെ ബായ്.